അവിടെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അന്നുണ്ടായിരുന്ന വീട്, ആ വീട് ഏത് ഷേപ്പിലാണ് ആ വീടിരുന്നത്, ആ വീടിൻ്റെ അടുത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. മനുഷ്യരെ നമുക്ക് റീഡ് ചെയ്യാൻ പോകണമെങ്കിൽ ആത്മാക്കളെ റീഡ് ചെയ്യുമ്പോൾ ഇന്ന ഇന്ന ആൾക്കാരവിടെ ജീവിച്ചിരുന്നതാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ അത് തെളിയിക്കണമെങ്കിൽ അവർക്കൊപ്പം ജീവിച്ചിരുന്നവരോ അതല്ലെങ്കിൽ അതറിയാമെന്നുള്ളവരോ ആരെങ്കിലും വേണം. എങ്കിൽ മാത്രമേ നമുക്കത് ഉറപ്പിക്കാൻ പറ്റൂ. ഈ ഓട്ടോ റീഡിങ് ആത്മാക്കളുടെ കാര്യങ്ങളാണ്. നമ്മുടെ ഫ്യൂച്ചറിലൊക്കെ ഉള്ള കാര്യങ്ങളും അതും ഓട്ടോ റീഡിങ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അയാൾ അടുത്തൊരു കുട്ടി നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്തു, പെൺകുട്ടി. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, അവിടെ അയാളെ കൂടെ ഒരു പെൺകുട്ടി നിന്ന് കറങ്ങുന്നുണ്ടോ. ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഒരു ആത്മാവിൻ്റെ കയ്യിൽ നിന്ന് നല്ല എന്തെങ്കിലും അനുഭവങ്ങൾ കിട്ടിയതായിട്ട്? എനിക്കുണ്ടായിട്ടുണ്ട്. നമസ്കാരം, അമേസിംഗ് റെയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകരും നല്ല കമൻസ് തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്നും നമ്മോടൊപ്പം ഉള്ളത് വേണുചേട്ടനാണ്. നമുക്ക് വേണുചേട്ടനെ സ്വാഗതം ചെയ്യാം. വേണുചേട്ടാ നമസ്കാരം. ചേട്ടന് ഇതിനു മുൻപ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ അവിടെ പോയിട്ടുമുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാവോ? ഒരു വീട് വാടകയ്ക്ക് എടുത്തതാണ് പ്രശ്നം. അപ്പോൾ ഈ വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവർ താമസിക്കാനായിട്ട് ചെന്ന സമയത്ത് അവർക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. അതായത് പൊതുവെ സാമ്പത്തിക പ്രശ്നം വലുതായിട്ട് വന്നു. അതുപോലെ തന്നെ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ശബ്ദങ്ങളും ഈ നിഴലാട്ടങ്ങളും നിഴൽ സഞ്ചരിക്കുന്ന രീതിയിൽ കാണുകയും, അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് വരുന്ന അവരുടെ ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അവരും ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളൊരവസരം ആണ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്താണ് എന്നെ വിളിക്കുന്നതും ഞാനവിടെ പോകുന്നതും. അപ്പോൾ ഞാനവിടെ പോയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഞാൻ ഓട്ടോ റൈറ്റിങ്ങിലൂടെയാണ് അത് മനസ്സിലാക്കാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10-60 വർഷത്തിന് മുന്നേ ആ വീട് ഇരിക്കുന്ന ഭാഗം കംപ്ലീറ്റ് നിലമായിരുന്നു. അങ്ങനെ അവിടെ ഒരു ചെറിയ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ താമസിച്ചിരുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഒരു സോളാണ് അത്തരം ശല്യങ്ങൾ അവിടെ ആ വീട്ടിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സ്ഥലം അവർ അടവടി കിടന്ന് എന്തോ ആണെന്ന് തോന്നുന്നു പണ്ട് കാലത്ത്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഉടയന്മാർ, അനിയന്മാർ, ചേട്ടന്മാർ 2 പേരുണ്ടായിരുന്നു. തമ്പി എന്ന് പറഞ്ഞിട്ട്, കൊച്ചു തമ്പി, വലിയ തമ്പി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരിൽ ആരോ ഒരാളാണ് ആ സ്ത്രീയെ എന്തോ അപായപ്പെടുത്തി മരിച്ചു പോണ ഒരവസ്ഥയിലേക്ക് വന്നത്. തീ കൊളുത്തി എന്തോ ആണ് മരണപ്പെട്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ റീഡിങ്ങിൽ കിട്ടിയ കാര്യങ്ങൾ. പക്ഷേ അത് അവിടങ്ങളിൽ പല സ്ഥലത്തും അന്വേഷിച്ച് നോക്കിയപ്പം അത് കറക്റ്റെന്നാണ് അവർ പറയുന്നത്. ഇതാണ് അവിടെ സംഭവിച്ചത്. ചേട്ടൻ ഈ ഓട്ടോ റൈറ്റിങ്ങിൽ കൂടെയാണ് അപ്പോൾ ഈ 60 വർഷം മുൻപേ ഉള്ള കാര്യങ്ങൾ ചേട്ടൻ അത് മനസ്സിലാക്കിയത്, ആ പേരുകളും? സൈക്കിക് റീഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അത് സൂക്ഷ്മതലത്തിൽ നിന്നുള്ള ഒരു അറിവാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങൾ, വളരെ കാലത്തിന് മുന്നേ ഉള്ള കാര്യങ്ങൾ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും ഓട്ടോ റൈറ്റിങ്ങിലൂടെ. അപ്പോൾ ആ പറയുന്ന കാര്യം ഇപ്പം ഈ 10-60 വർഷമൊക്കെ ആയതുള്ളത് കൊണ്ട് നമുക്ക് ആ പരിസരത്ത് പല ആൾക്കാർക്കും അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ അവർ ചില സ്ഥലത്തൊക്കെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്, അങ്ങനെ ഒരു സ്ത്രീ അവിടെ ജീവിച്ചിരുന്നിട്ടുണ്ട്, ഇങ്ങനെ മരിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം ഉറപ്പാണ്. അപ്പോൾ ഈ 60 വർഷത്തിന് കൂടുതലായിട്ടും അറിയാൻ പറ്റുമോ? അതും അറിയാൻ പറ്റും. പക്ഷേ അങ്ങനെ അറിയാൻ പറ്റി ചില സാധാരണ ഒരു വീടിൻ്റെ തെളിവൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പൂർണ്ണമായ ഒരു തെളിവ് കൊടുത്താൽ ഈ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ തിരിച്ചറിയണമെങ്കിൽ അന്ന് ഉള്ള ആൾക്കാർ ഇന്ന് ജീവിച്ചിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായി നമ്മൾ റീഡ് ചെയ്യുന്ന കറക്റ്റാണോ എന്നുള്ള അറിയാൻ പറ്റും. അതല്ല എങ്കിൽ അവിടെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അന്നുണ്ടായിരുന്ന വീട്, ആ വീട് ഏത് ഷേപ്പിലാണ് ആ വീടിരുന്നത്, ആ വീടിൻ്റെ അടുത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. മനുഷ്യരെ നമുക്ക് റീഡ് ചെയ്യാൻ പോകണമെങ്കിൽ
ആത്മാക്കളെ റീഡ് ചെയ്യുമ്പോൾ ഇന്ന ഇന്ന ആൾക്കാർ അവിടെ ജീവിച്ചിരുന്നതാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ അത് തെളിയിക്കണമെങ്കിൽ അവർക്കൊപ്പം ജീവിച്ചിരുന്നവരോ അതല്ലെങ്കിൽ അതറിയാമെന്നുള്ളവരോ ആരെങ്കിലും ആ പരിസരമായിട്ട് എന്തെങ്കിലും വേണം. എങ്കിൽ മാത്രമേ നമുക്കത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചേട്ടന് പറഞ്ഞല്ലോ ഈ ഓട്ടോ റീഡിങ് ആത്മാക്കളുടെ കാര്യങ്ങളാണ്. ഇപ്പോൾ അതുപോലെ നമ്മുടെ ഫ്യൂച്ചറിലൊക്കെ ഉള്ള കാര്യങ്ങളും അതും ഓട്ടോ റീഡിങ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അത് ഏറെക്കുറെ നമുക്കറിയാൻ പറ്റും. ഒരു വ്യക്തിയെക്കുറിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഏകദേശം കാര്യങ്ങൾ നമുക്ക് കിട്ടും. പൂർണ്ണമായിട്ടല്ല, ഏകദേശം. ഇതുപോലെ ചേട്ടന് വേറെയും എക്സ്പീരിയൻസുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് മിക്കതും ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ പോയാൽ ഇതൊന്നും കിട്ടാറുമില്ല. പല ആൾക്കാരും അവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് അവർ പറയുമെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ ആ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ അവിടെ ഉള്ള സോളിന് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഭയമോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ മെമ്മറി പോലും നമുക്ക് അവർ ബ്ലോക്ക് ആക്കി കളയും. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചിലതൊന്നും നമുക്ക് വെളിയിൽ പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇടവും സ്ഥലവും സാഹചര്യങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുണ്ട്. ചേട്ടനപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാറുണ്ട്? പോവാറുണ്ട്. എനിക്കിതൊരു ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇത് അന്വേഷിച്ച് പോവാറുണ്ട്. ഈ ശ്മശാനങ്ങളിൽ നെഗറ്റീവിൻ്റെ സാന്നിധ്യങ്ങളുണ്ടോ? ഈ ശ്മശാന ഭൂമി എന്ന് പറയുമ്പോൾ ജീവിച്ചിരുന്ന വ്യക്തികളുടെ ശരീരം മറവ് ചെയ്ത അല്ലെങ്കിൽ സംസ്കരിച്ച സ്ഥലമാണ് ശ്മശാനം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഈ മരിച്ച വ്യക്തികൾക്ക് അവരുടെ ശരീരത്തിനോടൊരു അറ്റാച്ച്മെൻ്റ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ, ചില ശ്മശാനങ്ങളിൽ ചില ആത്മാക്കളുടെ സാമീപ്യം ഉണ്ടായെന്ന് വരാം. അത് പല ആൾക്കാർക്കും അത് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനൊരു സംഭവമുണ്ട്. അതുപോലെ നമ്മൾ ഇത് യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ വണ്ടിയിൽ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ വണ്ടിയിലൊക്കെ പ്രസൻസ് കണ്ടിട്ടുണ്ട്. അങ്ങനെ അത് സത്യമാണോ? അത് സത്യമാണ്. ഞാൻ ഒരിക്കൽ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ വീട്ടിനടുത്താണ്. അപ്പോൾ അയാൾ ഓട്ടോറിക്ഷ കഴുകിക്കൊണ്ട് നിന്ന സമയത്ത് ഞാൻ നോക്കുന്ന സമയത്ത് അയാൾ അടുത്തൊരു കുട്ടി നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്തു, പെൺകുട്ടി. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, അവിടെ അയാളെ കൂടെ ഒരു പെൺകുട്ടി നിന്ന് കറങ്ങുന്നുണ്ടോ എന്ന് പറഞ്ഞു. അയാളെ നമ്മളെ കൂട്ടുകാരനെ അറിയാം. അപ്പോൾ അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്നാൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും പെൺകുട്ടികൾ മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മോള് മരിച്ചതാണെന്ന്. പിന്നെ ഞാൻ അയാളത് ബോധ്യപ്പെടുത്താൻ വേണ്ടി പോയില്ല. കാരണം അതൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വരും അയാൾക്ക്. അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പലരും ഇപ്പോൾ നേരത്തെയും ചോദിച്ചല്ലോ, ഈ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ ചില ആത്മാക്കളെ കണ്ടവരുണ്ട്. ഇപ്പോൾ പല സ്ഥലത്തും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനല്ലേ മരിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യർക്കും വാഹനത്തിനുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. കാരണം ഈ വാഹനത്തോട് ഭ്രമമുള്ള ജീവിച്ചിരുന്ന പല ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ചില ആൾക്കാർക്ക് ഈ വാഹനങ്ങൾ കാണുമ്പോൾ ഒരു അറ്റാച്ച്മെൻ്റ് അവർക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ പഴയ വാഹനങ്ങൾ വാങ്ങരുത്. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങുമ്പോൾ വളരെയധികം അറിയാമെന്നുള്ള സ്ഥലത്തു നിന്ന് നമുക്ക് പരിചയമുള്ള വാഹനമാണ് വാങ്ങേണ്ടതെന്ന് പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു പഴയ വാഹനം വാങ്ങുമ്പോൾ അതെങ്ങനെയുള്ളതാണ്, ആരോടിച്ചതാണ്, അതെങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ചില ആക്സിഡൻറ്റ് പറ്റി മരിച്ച ഓടിച്ചിരുന്ന ആൾ ആക്സിഡൻറ്റ് പറ്റി മരിച്ചിട്ടുണ്ടാവാം. ആ വണ്ടിയോട് എന്തെങ്കിലും അറ്റാച്ച്മെൻ്റ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിന് ആ വണ്ടിയോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ വണ്ടികൾ കാണുമ്പോഴോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വണ്ടി കാണുമ്പോഴോ അവർക്ക് എപ്പോഴും വണ്ടിയോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് യാത്രാവേളകളിൽ ഒരു പക്ഷേ അവരുടെ സാമീപ്യം നമുക്ക് അറിയാൻ പറ്റും വണ്ടിക്കകത്ത്. പക്ഷേ എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല.
ചില ആൾക്കാർക്ക് ഒരു മിന്നായം പോലെ അത് അറിയാൻ കഴിയും. ഒരു പക്ഷേ ചില ആൾക്കാർക്ക് വണ്ടി ഓടിക്കുന്ന വ്യക്തികൾക്ക് അയാളല്ല സ്റ്റിയറിംഗ് പിടിക്കുന്നത് എന്നുള്ളൊരു തോന്നലും അയാൾക്ക് വന്നെന്ന് വരാം. കാരണം അതുവരെ നന്നായി ഓടിക്കുന്ന ചില ആൾക്കാർക്ക് ഞാനല്ല ഓടിക്കുന്നെന്നുള്ള തോന്നലിൽ ഓടിച്ചെന്ന് വരാം. അങ്ങനെയാണ് ഈ ആക്സിഡൻറ്റ് മറ്റു കാര്യങ്ങളും ചിലതൊക്കെ ഉണ്ടാകുന്നത്. എല്ലാമല്ല, നമ്മുടെ ശ്രദ്ധ മാറുന്നൊരവസ്ഥയുണ്ടാവും. അതുപോലെ ഇപ്പോൾ നമ്മൾ ഒരാളാണ് ഇപ്പോൾ കാണുന്ന പ്രസൻസ് ഒരാൾക്കാണ് കിട്ടുന്നത്. നമ്മളിപ്പോൾ 2 പേരുണ്ട്, അപ്പോൾ 2 പേർക്കും ഒരേപോലെ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? രണ്ടുപേർക്കും ചിലപ്പോൾ ഒരേപോലെ കണ്ടെന്ന് വരാം, ചിലപ്പോൾ കണ്ടില്ലെന്നും വരാം. കൂടുതലും എല്ലാവരും ഒരുപോലെ കാണണമെന്നില്ല. കാരണം ഈ കാണുന്ന വ്യക്തികളുടെ മാനസികാവസ്ഥ ആ സമയം എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ അത് 2 പേരുടേതും ഒരേപോലെ ആയിരിക്കുമോ? പറയാൻ പറ്റില്ല. ചിലത് രണ്ടുപേരും ഒരുമിച്ച് കണ്ടെന്ന് വരാം, ചിലത് കണ്ടില്ല. അത് അപൂർവമാണ്. ചിലപ്പോൾ അതിൽ ഒരാളായിരിക്കാം കാണുന്നത്. അതുപോലെ ഇപ്പോൾ ദുർമരണം പെട്ട ആൾക്കാർ, ആത്മാക്കൾ, അപ്പോൾ അവർ നമ്മൾക്കിപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ ഓട്ടോ റീഡിങ്ങിൽ അവർ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്നവർ അവരെങ്ങനെ അത് ചെയ്തു, അങ്ങനെ എന്തെങ്കിലും ചേട്ടൻ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അവർ ഓരോരുത്തരും വന്ന് ചില കഥകൾ പറയും. അപ്പോൾ ആ കഥകളൊക്കെ ചിലതെല്ലാം നമുക്കൊരു സിനിമയ്ക്ക് പറ്റുന്ന കഥകൾ വരെ കാണും. അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം ചേട്ടന് അല്ല, അത് എക്സ്പീരിയൻസ് നമുക്ക് ചെയ്തിട്ടുണ്ടോ? കൂടുതൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോറാവും. അച്ഛൻ മകനെ കുത്തിക്കൊല്ലുന്ന സംഭവങ്ങൾ നമ്മളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതുപോലെ മകളെ റേപ്പ് ചെയ്യുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. അതെല്ലാം ഒരു കഥ പോലെ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഓട്ടോ റൈറ്റിങ്ങിൽ വന്ന് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം വളരെ വിഷമപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അത്തരം കാര്യങ്ങൾ ഫീഡ് ചെയ്ത് വയ്ക്കാറുമില്ല. ഈ ആത്മാക്കൾക്ക് പകൽ അല്ലെങ്കിൽ രാത്രി അങ്ങനെ ഒരു വ്യത്യാസമുണ്ടോ? നമ്മുടെ മൈൻഡ് കൂടുതൽ താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ എപ്പോഴാണ് പ്രകൃതി ഒരു സൈലൻസിലേക്ക് പോകുന്നു, ആ സമയമാണ് അവരുടെ ആ ഒരു ശബ്ദങ്ങളും കാര്യങ്ങളും അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരവസ്ഥ. രാത്രി കാലങ്ങളെന്ന് പറയുമ്പോൾ സ്വസ്ഥമാണ് പകലിനേക്കാളും. കാരണം വിജനമായ ഒരവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും. ആ ശബ്ദം, നേരത്തെ ഒരു ശബ്ദം പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മറ്റത് പകലാകുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതെന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യണം, കതവ് പിടിച്ചടയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ചില കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ അമിതമായിട്ട് ഇതിനെ ബൂസ്റ്റ് ചെയ്ത് ഒരു വ്യക്തിയെടുത്ത് ഞാൻ പറയുകയില്ല. കാരണം മനസ്സിന് ഭയമാണല്ലോ കൂടുതലും ആൾക്കാർക്ക് പ്രശ്നം ആവുന്നത്. അപ്പോൾ കഴിയുന്നതും ഭയമില്ലാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു നിർദ്ദേശം. ഇപ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ ആത്മാക്കളെ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, മനുഷ്യരെയാണ് നമുക്ക് പേടിക്കേണ്ടത്. അപ്പോൾ ഇവരെ കൊണ്ട് എന്തെങ്കിലും നന്മയുണ്ടോ? നന്മയുള്ളതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആത്മാക്കൾ നന്മ ചെയ്യും. നമ്മൾ അവരെ വിശ്വസിക്കുകയും അവരെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നല്ല സപ്പോർട്ടിങ് നമുക്ക് കിട്ടിയെന്ന് വരാം. പക്ഷേ എല്ലാം അല്ല. ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഒരു ആത്മാവിൻ്റെ കയ്യിൽ നിന്ന് നല്ല എന്തെങ്കിലും അനുഭവങ്ങൾ കിട്ടിയതായിട്ട്? എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് എൻ്റെ അനുഭവമൊന്നും പറയാൻ പറ്റില്ല, എനിക്കുണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതും ആ അനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്.